സപ്ലൈകോ വില വർദ്ധിപ്പിച്ച സബ്സിഡി സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് നൽകുകയാണ് കൺസ്യൂമർ ഫെഡ്. വിലക്കയറ്റം മുന്നിൽ കണ്ട് പൊതുവിപണിയിൽ നിന്ന് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതാണ് വിലക്കുറവിന് സഹായകമായത്. സർക്കാർ കുടിശ്ശിക നൽകാത്തതായിരുന്നു സപ്ലൈകോയ്ക്ക് തിരിച്ചടിയായത്. പൊതുവിപണിയിലെ വിലക്കയറ്റം ചൂണ്ടിക്കാട്ടിയാണ് സപ്ലൈകോയിലെ വിലവർധന വകുപ്പ് മന്ത്രി GR അനിൽ ന്യായീകരിച്ചത്. പൊതുവിപണിയിൽ നിന്ന് തന്നെയാണ് കൺസ്യൂമർ ഫെഡും സാധനങ്ങൾ സംഭരിച്ചത്. വിലക്കയറ്റം മുന്നിൽ കണ്ട് മുൻകൂട്ടി സാധനങ്ങൾ സംഭരിച്ചതുകൊണ്ട് കൺസ്യൂമർ ഫെഡിൽ വില കുറഞ്ഞു. എന്നാൽ സർക്കാർ കുടിശ്ശിക നൽകാൻ വൈകിയത് കാരണം സപ്ലൈകോയ്ക്ക് ഉയർന്ന വിലയിൽ സാധനങ്ങൾ സംഭരിക്കേണ്ടി വന്നു. 580 കോടി രൂപ കുടിശ്ശികയിൽ 325 കോടി രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകിയത് ഓണവിപണി ആരംഭിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതാണ് സപ്ലൈകോയിൽ വില ഉയരാൻ കാരണം. കൺസ്യൂമർ ഫെഡിലെ വില വിവരം ഇങ്ങനെയാണ്. പഞ്ചസാര കിലോയ്ക്ക് 27 രൂപ, കുറുവ അരി 30 രൂപ, തുവരപ്പരിപ്പ് 111 രൂപ. ഇതേ സാധനങ്ങൾക്ക് സപ്ലൈകോയിലെ ഓണച്ചന്തകളിൽ ഉൾപ്പെടെ വില ഇങ്ങനെ: പഞ്ചസാര 33 രൂപ, കുറുവ അരി 33 രൂപ, തുവരപ്പരിപ്പ് 115 രൂപ. അതായത് സപ്ലൈകോ വില കൂട്ടിയ ഉൽപ്പന്നങ്ങൾക്കെല്ലാം പഴയ സബ്സിഡി വിലയ്ക്കാണ് കൺസ്യൂമർ ഫെഡിന്റെ ഓണച്ചന്തകൾ വിൽക്കുന്നത്. 24 തിരുവനന്തപുരം.